السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയരായ വിശിഷ്ടാതിഥികളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, കുടുംബ ജീവിതം നേരിടുന്ന വെല്ലുവിളികളും അതിന് ഇസ്ലാമിന് നിർദ്ദേശിക്കാനുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്യുന്നതിനു വേണ്ടി കോഴിക്കോട് ജില്ലയുടെ ഉത്തരഭാഗത്ത് പയ്യോളിയുടെ ഹൃദയഭാഗത്ത് ഈ സന്ദർഭത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പ്രോഗ്രാമിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വരുന്ന ചോദ്യങ്ങളും അതിന് കണ്ടെത്തേണ്ടുന്ന ഉത്തരങ്ങളുമാണ് പ്രധാനമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടാനിരിക്കുന്നത്. ലോകത്തിൻ്റെ സ്രഷ്ടാവായ, പ്രപഞ്ചത്തിൻ്റെ അധിപനായ നാഥൻ മനുഷ്യനോട് കാണിച്ച കാരുണ്യത്തിൻ്റെ ഭാഗമാണ് കുടുംബമായി ഒരുമിച്ച് കൂടാൻ, കുടുംബമായി നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ അവനൊരുക്കി എന്നത്. വിശുദ്ധ ഖുർആനിൽ 25-ാമത്തെ അധ്യായം സൂറത്ത് ഫുർഖാനിലൂടെ വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ ഫജഅലഹു നസബൻ വസിഹ്റ വകാന റബ്ബുക ഖദീറ എന്ന് അല്ലാഹു വിശദീകരിക്കുന്നു. വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തിയത് അവനാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യന് നൽകിയ രണ്ട് ബന്ധങ്ങളെ അല്ലാഹു വിശദീകരിക്കുകയാണ്. ഒന്ന് രക്തബന്ധം അഥവാ മാതാപിതാക്കളിലൂടെ തുടർന്നു വരുന്ന ബന്ധം. രണ്ട് വൈവാഹിക ബന്ധം അഥവാ വിവാഹത്തിലൂടെ പുതിയൊരു നിമിഷത്തിൽ രൂപപ്പെടുന്ന ബന്ധം. ഈ രണ്ടു ബന്ധങ്ങളുമാണ് മനുഷ്യ ജീവിതത്തിലെ കുടുംബ ബന്ധങ്ങളുടെ ആധാരമായിട്ടുള്ളത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്നർത്ഥം നൽകുന്ന കുടുംബമെന്ന സംവിധാനം സാമൂഹിക ജീവിതത്തിൻ്റെ ആധാരശിലയാണ്. ആ സാമൂഹിക ജീവിതമാണ് ഒരു രാഷ്ട്ര നിർമ്മിതിക്ക് അതിൻ്റെ ഊടും പാവും നൽകുന്നത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഒരു സമൂഹത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ സുരക്ഷയാണ്, കുടുംബത്തിൻ്റെ സമാധാനമാണ്, കുടുംബത്തിൻ്റെ ധാർമ്മികതയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നവും ആ കുടുംബത്തെയും ആ സമൂഹത്തെയും ആ രാജ്യത്തെയും ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന ഏകകമായ കുടുംബം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് അനിവാര്യമാണ്. എന്തിനു വേണ്ടിയാണ് കുടുംബം എന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിലൂടെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ നാഥൻ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ലോകത്തിനൊരു സൃഷ്ടിഘടനയുണ്ട്. ആ സൃഷ്ടിഘടനയിൽ വൈവിധ്യങ്ങൾ ഏറെയുണ്ട്. കോടാനുകോടി വരുന്ന സചേതനവും അചേതനവുമായ നിരവധി വസ്തുക്കൾ അടങ്ങുന്ന ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമേറെ നിലനിൽക്കുന്നുവെങ്കിലും അടിസ്ഥാനപരമായി കാണാവുന്ന സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും ആധാരമായ ഒരു തത്വമുണ്ട്. എന്താണ് ആ തത്വം? രണ്ട് ഇണകളുടെ സമായോജനമാണ്, രണ്ട് ഇണകളുടെ കൂട്ടായ്മയാണ്, രണ്ട് ഇണകളുടെ ചേർന്ന് നിൽക്കലാണ് ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളുടെയും നിലനിൽപ്പിൻ്റെ ആധാരമെന്നുള്ളതാണ്. ഈ രണ്ട് ഘടകങ്ങൾ സ്വഭാവപരമായി, ഘടനാപരമായി, രാസപരമായി, ഭൗതികമായി വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുള്ളതാണ്. ഏതു പദാർത്ഥത്തിലും ഈ രണ്ട് ഇണകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് ശാസ്ത്രീയമായ ഗവേഷണത്തിലൂടെ ഇന്ന് ഒരു കൊച്ചു വിദ്യാർത്ഥിക്ക് പോലും വ്യക്തമാണെങ്കിൽ ശാസ്ത്രം പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിലേക്ക് സാർത്തവാഹക സംഘങ്ങളായി യാത്ര ചെയ്തിരുന്ന 6-ാം നൂറ്റാണ്ടിലെ സമൂഹത്തിന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ അക്കാര്യം വളരെ കൃത്യമായി പഠിപ്പിച്ചു. വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈൻ, സകല വസ്തുക്കളിലും നാം ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നത്.
സൂറത്തുർ റൂമിലെ 21-ാമത്തെ ആയത്തിലൂടെ അത് ഒന്നുകൂടി വിശദമാക്കി പഠിപ്പിച്ചു. വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. സൂര്യനെക്കുറിച്ച് പറഞ്ഞ ശേഷം, ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞ ശേഷം, നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം, ഒട്ടനവധി വരുന്ന അത്ഭുതങ്ങളുടെ കലവറയായ ഈ പ്രപഞ്ചത്തിലെ വ്യത്യസ്ത ഘടകങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ച ശേഷം സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു മനുഷ്യനെ പഠിപ്പിക്കുന്നു. വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹങ്ങളിൽ നിന്നുള്ള ഇണകളെ നൽകിയിരിക്കുന്നു എന്നുള്ളത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആധാരം ഇണതത്വമാണ്. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്നത് ഒരു ഇണതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വൈദ്യുതി എന്ന പദാർത്ഥം, അതിൻ്റെ ഘടന, അതിൻ്റെ സംവിധാനം ഇണതത്വം, പോസിറ്റീവ് നെഗറ്റീവ് എന്ന രണ്ട് ദ്വയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങാടിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പച്ചക്കറിയും പഴങ്ങളും ഒക്കെ ഉണ്ടായതിനു പിന്നിൽ ഒരു ഇണതത്വമുണ്ട്. ചെടികളിൽ നിലനിൽക്കുന്ന രണ്ട് ഇണകളായുള്ള അഥവാ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്, കേസരങ്ങളിലെ പൂമ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന പുംബീജം, അതിലെ അണ്ഡത്തിൽ അടങ്ങിയിരിക്കുന്ന പെൺബീജവുമായുള്ള സമായോജനത്തിലൂടെ, സംഗമത്തിലൂടെയാണ് ഒരു കായ രൂപപ്പെടുന്നത്. അതിൽ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാത്തിലും ക്വാർക്കുകൾ, ആന്റി ക്വാർക്കുകൾ എന്ന നിലക്കാണ് പദാർത്ഥത്തിൻ്റെ നിലനിൽപ്പ് എന്നത് ശാസ്ത്രം വ്യക്തമാക്കുന്നു. ഈ ഏറ്റവും ചിന്തനീയമായ ഇണതത്വത്തെ മുന്നിൽ വെച്ചുകൊണ്ട് മനുഷ്യനെ കുറിച്ച് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ദൈവിക ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹങ്ങളിൽ നിന്നുള്ള ഇണകളെ നൽകിയിരിക്കുന്നു എന്നത്. ഇവിടെ എല്ലാ വസ്തുവിൻ്റെയും പരസ്പരം കൂടിച്ചേർന്നുള്ള ആകർഷണത്തിലൂടെയുള്ള നിലനിൽപ്പ്. പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ആകർഷണമാണ്. നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ ആകർഷണമാണ്. ക്വാർക്കുകളും ആന്റി ക്വാർക്കുകളും തമ്മിൽ ആകർഷണമാണ്. ആ ആകർഷണ തത്വത്തിലൂടെ രണ്ടിനെയും സമന്വയിപ്പിച്ച് രണ്ട് ഇണകളായി നിലനിർത്തിക്കൊണ്ടുള്ളതാണ് പ്രപഞ്ചത്തിൻ്റെ ഘടനയെങ്കിൽ മനുഷ്യ ജീവിതവും ഈ ഇണതത്വത്തിൽ അധിഷ്ഠിതമാകണം. ആണും ആണും തമ്മിലല്ല, പെണ്ണും പെണ്ണും തമ്മിലല്ല, മറിച്ച് ആണും പെണ്ണും തമ്മിൽ. അത് വിവാഹമെന്ന പരിശുദ്ധമായ ഒരു കർമ്മത്തിലൂടെ ഇണ ചേർക്കപ്പെടുന്നതാകണം. ഇവിടെ ഞാൻ നേരത്തെ പാരായണം ചെയ്ത നസബൻ വസിഹ്റ എന്ന ഒരു പ്രയോഗമുണ്ട്. സിഹ്ർ എന്നാണ് വിവാഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം. മുസാഹറത്ത് എന്ന പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം കെമിക്കലായ വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് ലോഹങ്ങളെ വിളക്കി കൂട്ടിയോജിപ്പിക്കലാണ്. സ്ത്രീയെയും പുരുഷനെയും, രണ്ട് വ്യത്യസ്ത അസ്തിത്വവും വ്യക്തിത്വവുമുള്ള ഈ രണ്ട് ഘടകങ്ങളെയും മുസാഹറത്ത് എന്ന ലോഹം വിളക്കി ചേർക്കുന്ന പോലെ വിവാഹത്തിലൂടെ കൂട്ടിയോജിപ്പിക്കുന്ന ഏറ്റവും സൃഷ്ടിപരമായ, മാതൃകാപരമായ ഒരു പ്രക്രിയ, അതാണ് വിവാഹം. ആ രണ്ട് ഘടകങ്ങൾ എന്നിട്ട് എന്തു ചെയ്യുന്നു? അവർക്കിടയിൽ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. രണ്ട് വികാരങ്ങൾ ആ രണ്ട് ഘടകങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. കുടുംബ ജീവിതത്തിന്റെ തുടക്കം കുറിക്കപ്പെടുന്നത് മുസാഹറത്തിലൂടെയാണ്, അഥവാ വിളക്കി ചേർക്കലിലൂടെയാണെങ്കിൽ ആ വിളക്കി ചേർക്കുന്ന രണ്ട് ഘടകങ്ങൾ ഭാര്യയും ഭർത്താവും എന്ന ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവളുമല്ല, മറിച്ച് അസ്വാജാണ്, ഇണകളാണ്. സ്വഭാവപരമായി, ശാരീരികമായി, ഘടനാപരമായി രണ്ടുപേർക്കും വ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് റോളുകളിൽ വ്യത്യാസമുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽ പുരുഷന്മാർ ഭരണാധികാരികളാണ്. ആ ഭരണാധികാരം എന്നത് അടിച്ചൊതുക്കാൻ വേണ്ടിയുള്ളതല്ല, തൻ്റെ കായിക ബലം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ബിമാ ഫല്ലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, ചിലർക്ക് ചിലരേക്കാൾ സവിശേഷത നൽകി അതേപോലെ തന്നെ സാമ്പത്തികമായ വിനിമയത്തിൻ്റെ ഉത്തരവാദിത്തവും പുരുഷനിലാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ രണ്ട് ഘടകങ്ങളുടെയും സ്വഭാവപരവും ശാരീരികവും ഘടനാപരവുമായ രണ്ട് വ്യത്യസ്തങ്ങൾ
വ്യത്യസ്തങ്ങളായ അവസ്ഥകളെ അംഗീകരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും വിവാഹമെന്ന പരിശുദ്ധമായ കർമ്മത്തിലൂടെ കൂട്ടിയോജിപ്പിക്കുന്നു. ആ കർമ്മം എങ്ങനെ നടക്കണം? ലാ നിക്കാഹ ഇല്ലാ ബിവലിയ്യിൻ, ഒരു രക്ഷിതാവ് ഉണ്ടാകണം. പെൺകുട്ടി ഒരു തണലിൽ വളർന്നു വന്നവളാകണം. ഉപ്പയെന്ന അല്ലെങ്കിൽ ഉപ്പയുടെ അഭാവത്തിൽ, ഉപ്പയുടെ അസാന്നിധ്യത്തിൽ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരു വലിയ, ആ വലിയന്റെ കരലാളനയിൽ, ആ വലിയന്റെ സംരക്ഷണത്തിൽ അവളുടെ ഭക്ഷണവും അവളുടെ വസ്ത്രവും അവളുടെ വിദ്യാഭ്യാസവും അവളുടെ സാംസ്കാരികമായ വളർച്ചയും അവളുടെ മൂല്യബോധവും അവളുടെ സുരക്ഷിതത്വവുമെല്ലാം ആ വലിയന്റെ അവകാശമായി ഉത്തരവാദിത്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് വിവാഹമെന്ന കർമ്മത്തിൽ ആ വലിയ അനുയോജ്യനായ ഒരു പുരുഷന്റെ കൈ പിടിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലോകത്തിന്റെ നാഥനായ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനിതാ ഏൽപ്പിച്ചു തരുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇന്നേ വരെ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന, എൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞ എൻ്റെ മകളെ, അവളുടെ സമ്പൂർണമായ ഉത്തരവാദിത്തം, സുരക്ഷിതത്വം, അവളുടേതായ എല്ലാം ഞാൻ താങ്കളെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ചിലർ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇസ്ലാമിലെ വിവാഹം, ആ വിവാഹത്തിന്റെ വേദിയിൽ ഒരു സ്ത്രീക്ക് അവിടെ സാന്നിധ്യമില്ല, ആ സ്ത്രീ അവിടെ കൊണ്ടുവരപ്പെടുന്നില്ല. കതിർ മണ്ഡപത്തിൽ സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ടാകേണ്ടതാണല്ലോ, പക്ഷെ അവിടെ സ്ത്രീ ഇല്ലല്ലോ എന്ന്. പക്ഷെ ഇസ്ലാം അതിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. സ്ത്രീ അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, അവൾ ആദരിക്കപ്പെടേണ്ടവളാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന പിതാവ് ഒരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചുകൊണ്ട്, ഇത്രയും കാലം കരളിന്റെ കഷ്ണം പോലെ ഞാൻ ഓമനിച്ചു വളർത്തിയ എൻ്റെ മകളെ ഇതാ ഞാൻ താങ്കൾക്ക് ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞു. മീസാഖുൽ ഖലീൽ, സുദൃഢമായ കരാർ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വിശേഷിപ്പിച്ച ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധപൂർവം രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഡിസ്പോസിബിൾ കാലഘട്ടമാണ്. കുടിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന, കഴിച്ചു കഴിഞ്ഞാൽ പാത്രം വലിച്ചെറിയുന്ന കാലഘട്ടം. അതുപോലെ ഉപയോഗപ്പെടുത്തി വലിച്ചെറിയപ്പെടേണ്ടുന്ന ഒന്നല്ല ജീവിതത്തിലെ ഇണ എന്ന ഏറ്റവും ഗൗരവതരമായ അടിസ്ഥാനപരമായ തത്വമാണ് വിവാഹത്തിലൂടെ ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നത്. സുദൃഢമായ ഒരു കരാർ, മരണം വരെ നിലനിൽക്കേണ്ടുന്ന ഒരു കരാർ, ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തം, ബാധ്യത ഏറ്റെടുക്കുകയാണ്. ആളുകളെ സാക്ഷി നിർത്തി ലോകത്തിന്റെ രക്ഷിതാവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ആ വിളക്കി ചേർക്കലിൽ ആരംഭിക്കുകയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കുടുംബജീവിതം. ആ രണ്ട് ഘടകങ്ങൾ വിളക്കി ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കിടയിൽ രണ്ട് വികാരങ്ങൾ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്നു. ഒന്ന് മവദ്ദത്ത് അഥവാ സ്നേഹം, പ്രേമം. എന്താണ് ആ വികാരം? അതിനെക്കുറിച്ച് ആധുനിക മനഃശാസ്ത്രം ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ദാമ്പത്യത്തിൽ ഉണ്ടാകേണ്ടുന്ന സ്നേഹബന്ധം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. അൺകണ്ടീഷണൽ ലവ്, പരിധിയില്ലാത്ത, വ്യവസ്ഥയില്ലാത്ത സ്നേഹം. പ്രഭാതത്തിന് മുമ്പേ പരസ്പരം ഉണർത്തി എഴുന്നേൽക്കുന്നത് മുതൽ രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങാൻ പോകുന്നവരെയുള്ള ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ചുംബനങ്ങളിലൂടെ, ഹസ്തദാനങ്ങളിലൂടെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ പങ്കുവെക്കലുകളിലൂടെ പൂത്തുലഞ്ഞു നിൽക്കേണ്ടുന്ന ദാമ്പത്യം. ആ മവദ്ദത്തിന് മുമ്പിൽ പട്ടിണി മറന്നു പോകണം. ആ മവദ്ദത്തിന് മുമ്പിൽ കടബാധ്യതകൾ മറന്നു പോകണം. ആ മവദ്ദത്തിന് മുമ്പിൽ ജീവിതത്തിന്റെ ദുരിതങ്ങളും ദുരന്തങ്ങളും മറന്നു പോകണം. പരസ്പരം പങ്കുവെച്ചുകൊണ്ട് സന്തോഷത്തിന്റെ ആധിക്യവും ദുഃഖത്തിന്റെ ലഘൂകരണവും സാധ്യമായി തീരണം. മവദ്ദ, സ്നേഹമെന്ന വാക്കുകൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത വികാരം. രണ്ട്, വറഹ്മ, കാരുണ്യമെന്ന വികാരം. ദാമ്പത്യത്തിന്റെ ആ പ്രവാഹം, മുന്നോട്ട് നീങ്ങുന്ന ഘട്ടം, കയറ്റവും ഇറക്കവും സന്തോഷവും സന്താപവും ഒക്കെ ഒന്നിനൊന്ന് പിറകെയായി കടന്നു വന്ന് ചുക്കിച്ചുളിവുകൾ വരുന്ന ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തിയാലും തുടക്കം പോലെ സന്തോഷപൂരിതമായി തീരണം. അതിന് മവദ്ദത്തിന്റെ കൂടെ രണ്ടാമതൊരു വികാരമുണ്ടാകണം, റഹ്മ, കാരുണ്യം. ഒരുപക്ഷെ പ്രായാധിക്യത്തിന്റെ അവശതകൾ വരാം, രോഗശയ്യയിലായി എന്ന് വരാം. അവിടെയും എൻ്റെ ഇണയാണി കിടക്കുന്നത്. ഇന്നലകളിൽ എൻ്റെ മണിയറയെ സന്തോഷ നിർഭരമാക്കിയ, ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ ആനന്ദം നൽകിയ എൻ്റെ ഇണയാണി കിടക്കുന്നത്. പരിചരിക്കേണ്ടത് ഞാനാണ്, ശുശ്രൂഷിക്കേണ്ടത് ഞാനാണ്, പ്രയാസങ്ങൾ നീക്കേണ്ടത് ഞാനാണ് എന്ന വികാരം, റഹ്മത്ത്, കാരുണ്യം എന്ന വികാരം.
അങ്ങനെ മവദ്ദത്തിലും റഹ്മത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും വിളക്കി ചേർക്കപ്പെട്ട് പരസ്പരാദാന പ്രദാനങ്ങളിൽ പുഞ്ചിരിയുടെ സന്തോഷങ്ങളുടെ കൈമാറ്റങ്ങളിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ടുന്ന ദാമ്പത്യം, ആ ദാമ്പത്യത്തിന്റെ വല്ലരിയിലാണ് സുന്ദരമായ കുസുമങ്ങൾ വിരിയേണ്ടത്. ഇസ്ലാമിൽ ബെഡിനെ കാണുന്നത് കേവലം ശയനത്തിന്റെ ഒരു പ്രതലമായിട്ടല്ല, മറിച്ച് ബെഡ് എന്നത് കൾച്ചർ എന്ന പദത്തിന്റെ ഒരു വ്യാഖ്യാനം കൂടിയാണ്. കൾച്ചർ, സംസ്കാരം വളർത്തപ്പെടേണ്ടുന്ന കേന്ദ്രമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാമ്പത്യ ജീവിതത്തിലെ മണിയറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. പ്രാർത്ഥനാപൂർവമായിരിക്കണം ശാരീരിക ബന്ധങ്ങൾ എന്ന് പഠിപ്പിച്ചു. വൃത്തിയുണ്ടാകണമെന്ന് പഠിപ്പിച്ചു. പക്ഷികളെ പോലെ പെരുമാറരുത് എന്ന് പഠിപ്പിച്ചു. ഇണയ്ക്ക് വേണ്ടി കൂടുതൽ സമയം വിനിയോഗിക്കണം എന്ന് പഠിപ്പിച്ചു. മനഃശാസ്ത്രപരമായ ദാമ്പത്യ ജീവിതത്തിലെ മവദ്ദത്തും റഹ്മത്തും സ്നേഹവും കാരുണ്യവും വളർന്നു വലുതായി പുഷ്കലമായി തീരാൻ ആവശ്യമായത് മുഴുവൻ ലോകത്തിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഭദ്രമായ ഒരു കുടുംബത്തിലാണ് സാംസ്കാരികതയുടെ വളർച്ചയുണ്ടാവുക. ആ ഭദ്രമായ ഒരു കുടുംബത്തിലാണ് സമാധാനമുണ്ടാവുക. അവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിലാണ് മൂല്യബോധമുണ്ടായിത്തീരുക. അതുകൊണ്ട് ബെഡ്റൂമിൽ തുടങ്ങുന്ന ധാർമ്മികതയുടെ അധ്യാപനം, ബെഡ്റൂമിൽ തുടങ്ങുന്ന എക്കൾച്ചറേഷന്റെ സാംസ്കാരികതയുടെ ശിക്ഷണങ്ങളുടെ അതിൻ്റെ തുടക്കം, അത് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകപ്പെടണമെങ്കിൽ കുടുംബമെന്ന കെട്ടുറപ്പുള്ള വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം ആവശ്യമാണ്. പക്ഷെ ഇവിടെ ആധുനികമായ കുടുംബ സംവിധാനം ചില ഭീഷണികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് പെൺകുട്ടികൾക്കിടയിൽ ഒരു അന്വേഷണ സർവേ നടന്നു. എന്തായിരുന്നു ആ സർവേയുടെ ആധാരം? വിവാഹത്തോടുള്ള താല്പര്യത്തെക്കുറിച്ചാണ്. അതിൽ ഗണ്യമായ ഒരു വിഭാഗം പെൺകുട്ടികൾ പ്രതികരിച്ചത്, എനിക്ക് വിവാഹത്തിൽ താല്പര്യമില്ല, കാരണം വിവാഹം ഒരു ബാധ്യതയാണ്. വിവാഹത്തെ തുടർന്ന് വരുന്നത് ബാധ്യതകളാണ്. ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് വി വാണ്ട് ഫ്രീഡം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന മോഹിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ അവർക്ക് നൽകിയ ലോകത്തെ ഒരു പ്രത്യയശാസ്ത്രം ലിബറലിസം. 1600കളുടെ തുടക്കത്തിൽ ലോകത്തിന്റെ മുമ്പിൽ അത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ജോൺ ലോക്ക് എന്ന ബ്രിട്ടീഷ് ഫിലോസഫർ അതിനൊരു ഫിലോസഫിയുടെ രൂപം നൽകി. ആഡം സ്മിത്തിനെ പോലെയുള്ള ചില ചിന്തകർ അതിനെ ഒന്നുകൂടി രൂപപ്പെടുത്തി ഒരു ചിന്താധാരയായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് റഷ്യൻ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഈ ലിബറലിസം ലോകത്ത് ചർച്ചയായി തീർന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായി അവർ മനുഷ്യത്വത്തോട് പറയുന്ന ഒരു കാര്യം, മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം സ്വാതന്ത്ര്യമാണ്. ലൈംഗിക ജീവിതത്തിൽ സ്വാതന്ത്ര്യം വേണം. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നിടത്ത് സ്വാതന്ത്ര്യം വേണം. തൊഴിൽ മേഖലയിൽ സ്വാതന്ത്ര്യം വേണം. സർവതന്ത്ര സ്വതന്ത്രമായ ഒരു വ്യവസ്ഥയിൽ മാത്രമേ മനുഷ്യന് സന്തോഷം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ആഡം സ്മിത്ത് പറഞ്ഞത്, സർക്കാർ പോലും സത്യത്തിൽ ആവശ്യമില്ല. ഒരു ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ താല്പര്യം എന്നത് വ്യക്തികളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കലാകണം. ആ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങാകുന്നു ഒരു ഗവൺമെന്റ് എങ്കിൽ അത് ഒരു നെസസറി ഈവിൾ എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അനിവാര്യമായി വരുന്ന ഒരു തിന്മ മാത്രമാണ് സർക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഹ്വാനം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോവിഡ് വന്നപ്പോ, കൂടുതൽ സമയം ഇന്റർനെറ്റിന് മുമ്പിലായി തീർന്നപ്പോ, പാശ്ചാത്യ ലോകത്ത് ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ടിരുന്ന പല സിദ്ധാന്തങ്ങളും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാൻ ഇടയായി തീർന്നതിന്റെ സാഹചര്യത്തിലാണ് ഈ ലിബറലിസ ചിന്താഗതിയും പുതിയ തലമുറയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. വിവാഹം ആവശ്യമില്ല. അവിടെ ചില പദങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഒന്ന് ലിവിങ് ടുഗദർ, ഒന്നിച്ചു ജീവിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഡിസ്പോസിബിൾ ആയി തീർന്ന ഒരു കാലഘട്ടത്തിൽ ലൈംഗികതയും ആ വിധത്തിൽ തന്നെ ഡിസ്പോസിബിളായി മാറുന്ന ഒരു അന്തരീക്ഷം ഉപയോഗിച്ച് വലിച്ചെറിയുക എന്നത്, ഒന്നിച്ചു ജീവിച്ച് വിവാഹം കഴിക്കാതെ കുട്ടികൾ ഉണ്ടാകണമെന്ന താല്പര്യമില്ലാതെ ഒന്നിച്ചു ജീവിച്ച് മുന്നോട്ട് നീങ്ങി ഇനി അവസാനം പിരിയണമെന്ന് തോന്നുകയാണെങ്കിൽ സുഖകരമായി പിരിയുന്നൊരവസ്ഥ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്ത വാർത്ത ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ജപ്പാൻ എന്ന രാഷ്ട്രം സമീപ ഭാവിയിൽ ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുമെന്നാണ് ആ റിപ്പോർട്ടിൽ നമ്മൾ വായിച്ചത്. എന്തേ കാരണം? ജപ്പാനിൽ 30 വയസ്സിൽ താഴെയുള്ള അഥവാ യുവാക്കളുടെയും കുട്ടികളുടെയും എണ്ണം തുലോം കുറവാണ്. എന്തേ കാരണം? ഈ പറഞ്ഞ ലിവിങ് ടുഗദർ എന്ന വ്യവസ്ഥ അവിടെ വളരെ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്.
അത് ആരംഭിച്ച കാരണത്താൽ അങ്ങനെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം നിലവിൽ വന്നപ്പോൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു, ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു. ആ റിപ്പോർട്ടിന്റെ അവസാനം എഴുതിയിരിക്കുന്നത് ജപ്പാൻ സമീപ ഭാവിയിൽ ഭൂഗോളത്തിൽ നിന്ന് അഥവാ ലോക മാപ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടാൻ ഇടയുണ്ട് എന്നതാണ്. പ്രകൃതിക്ക് വിരുദ്ധമായി മനുഷ്യൻ ജീവിക്കാൻ സന്നദ്ധമാകുമ്പോൾ ലോകത്ത് ഏതൊരു തൂണിലും തുരുമ്പിലും നമ്മൾ കാണുന്ന, ഏതൊരു കൊച്ചു ചെടിയിലും നമ്മൾ കാണുന്ന, ഏത് ജീവനുള്ളതിലും ജീവനില്ലാത്തതും സചേതനവും അചേതനവുമായ സകല വസ്തുക്കളിലും നമ്മൾ കാണുന്ന ഇണതത്വം, ലോകത്തിന്റെ സൃഷ്ടാവിന്റെ സംവിധാനം, സൗജൈൻ, രണ്ട് ഇണകളുടെ പരസ്പര പൂരകമായുള്ള നിലനിൽപ്പിനെ അതിനെ അവഗണിച്ചുകൊണ്ട് മനുഷ്യൻ ധാർമ്മികതയെ തകർത്തെറിയുമ്പോൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പൈശാചികമായ അവന്റെ ആഗ്രഹങ്ങൾക്ക് വെള്ളവും വളവും നൽകപ്പെടുമ്പോ സമൂഹത്തിന്റെ ആണിക്കല്ലാണ് ഇളകുക എന്നതാണ് ഈ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഖുർആനിലെ 30-ാമത്തെ അധ്യായം 30-ാമത്തെ വചനത്തിലൂടെ വഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫാ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ വഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫാ, നീ നിന്റെ മുഖത്തെ ഋജുവായ നേരെയുള്ള മാർഗത്തിലേക്ക് തിരിക്കണം. ഏതാണ് ആ മാർഗം? പ്രപഞ്ചത്തിന്റെ നാഥന്റെ എങ്ങനെയാണോ അവൻ ലോകത്തെ പടച്ചത്, മനുഷ്യകത്തെ പടച്ചത്, ആ ഫിത്രത്തിലേക്ക് നീ നിന്റെ മുഖത്തെ തിരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. പ്രകൃതിക്ക് അനുയോജ്യമായി ജീവിക്കാൻ മനുഷ്യൻ സന്നദ്ധനാവുക എന്നതാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിബറലിസത്തിന്റെ സ്വാധീനം എന്നോണം കുടുംബത്തിൽ തലവേദനയുണ്ടാക്കുന്ന, കുടുംബത്തിന്റെ സമാധാനത്തെ തകർക്കുന്ന പല ഘടകങ്ങളും കടന്നു വരുന്നത്. അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന വഴിവിട്ട ആൺപെൺ ബന്ധങ്ങളും പ്രേമബന്ധങ്ങളും. ക്യാമ്പസുകൾ അതിൻ്റെ കേന്ദ്രങ്ങളായിക്കൊണ്ടിരിക്കുന്നു. ഒളിച്ചോട്ടങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. 10, 18, 20, 22 വർഷക്കാലം കരളിന്റെ കഷ്ണം പോലെ ഓമനിച്ചു വളർത്തിയ പൊന്നോമന മകൾ വിവാഹത്തിന്റെ തലേരാത്രി ഏതോ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോകുന്ന രംഗമുണ്ടാകുന്നു. കോടതിയിലെത്തുന്നു. നിറഞ്ഞ കണ്ണുകളുമായി വരുന്ന മാതാപിതാക്കളുടെ മുമ്പിൽ ഞാൻ ഇന്നയാളുടെ കൂടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന പ്രിയപ്പെട്ട മകളുടെ വാക്ക് കേട്ട് ബോധം നശിച്ച് വീണു പോകുന്ന മാതാപിതാക്കളുടെ എണ്ണം ഇവിടെ വർദ്ധിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സാരി തുമ്പുകളുടെ ആത്മഹത്യകള്, സ്റ്റൗ പൊട്ടിത്തെറിച്ചുള്ള മരണങ്ങള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കൊലപാതകങ്ങളാണ്. കാരണം നേരത്തെ പറഞ്ഞ ഉപയോഗിച്ച് വലിച്ചെറിയുക എന്നതു മാത്രമാകും ഇത്തരം ആളുകളുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വളരെ നേരത്തെ തന്നെ ഈ തിന്മയ്ക്കെതിരെ അവരെ ബോധവൽക്കരിക്കൽ ആവശ്യമാണ്. ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹം ആരംഭിക്കേണ്ടത്, അത് ലൈംഗികത ആരംഭിക്കേണ്ടത് വിവാഹത്തിന് ശേഷം മാത്രമാണ്. അതിനു മുമ്പുണ്ടാകുന്ന ഏത് കാര്യമാകട്ടെ അത് വ്യഭിചാരമാണ്. ആ വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് 17-ാമത്തെ അധ്യായം 32-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞു, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്, അത് ഏറ്റവും മ്ലേച്ഛമായ മാർഗവും ഏറ്റവും വൃത്തികെട്ട വഴിയുമാണ് എന്നുള്ളത്. ആ തിന്മയിലേക്ക് എത്തിച്ചേരുന്ന മുഴുവൻ കവാടങ്ങളും അടയ്ക്കുന്നു പരിശുദ്ധ ഖുർആൻ. നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കൂ. പത്രകോളങ്ങൾ എടുത്ത് നിവർത്തി വെച്ച് കൊച്ചുമക്കളുടെ മുമ്പിൽ വെച്ച് ഉറക്ക വായിക്കാൻ സാധിക്കാത്ത പീഡനത്തിന്റെ വാർത്തകൾ മാത്രം. അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച വാർത്ത, പിതാവ് പുത്രിയെ പീഡിപ്പിച്ച വാർത്ത, സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ച വാർത്ത, പീഡനത്തിന്റെ വാർത്തകളാൽ പത്രകോളങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ദുരവസ്ഥ. അതേപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ തുറന്നു വെച്ചാൽ മനസാക്ഷിയെ മടുപ്പിക്കുന്ന വിധത്തിൽ ഈ തിന്മകൾ ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ വിശുദ്ധ ഖുർആൻ മാനവരാശിയെ പഠിപ്പിച്ചു, ഒരു തിന്മക്ക് വിധേയമായി സമാധാനം നഷ്ടപ്പെടുന്നതിന് പകരം, ഒരു തിന്മയെ തുടർന്ന് ദുഃഖിതരാകുന്നതിന് പകരം ആ തിന്മയിലേക്ക് കടന്നു വരാനുള്ള കവാടങ്ങളെ കൊട്ടിയടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നോക്കൂ, വിശുദ്ധ ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കൽപ്പനകൾ എത്ര പ്രാധാന്യമുള്ളതാണ് എന്നത്. വീട്ടിലാണല്ലോ കുടുംബം കഴിയുന്നത്. ആ വീട്ടിലേക്ക് ഒരു അന്യനായ മനുഷ്യൻ കടന്നു വരുമ്പോൾ അനുമതി ചോദിച്ചാകണമെന്നത് ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. TV കാണാൻ വേണ്ടി, വീട്ടിലെ സാധനങ്ങൾ കടം വാങ്ങുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ ആവശ്യത്തിന് ആര് കയറി വരുമ്പോഴും സലാം പറയണം, അനുമതി ചോദിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു. അവിടെ അവസാനിക്കുന്നില്ല. 24-ാമത്തെ അധ്യായം 58-ാമത്തെ വചനത്തിലൂടെ സ്വന്തം വീട്ടിൽ പോലും
സ്വന്തം മാതാപിതാക്കളും മക്കളും അതുപോലെ ഭൃത്യരും പ്രായം ചെന്ന ആളുകളുമൊക്കെ ഒന്നിച്ചു കഴിയുന്ന ഒരു ഗാർഹിക അന്തരീക്ഷത്തിൽ പോലും പരസ്പരം മറ്റുള്ള റൂമുകളിലേക്ക് പ്രവേശിക്കാൻ 3 സന്ദർഭങ്ങളിൽ അനുമതി തേടണമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. ആ 3 സന്ദർഭങ്ങൾ അല്ലാഹു എടുത്തു പറയുന്നു. ഒന്ന് മിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ, 2 വഹീന തദഊന സിയാബക്കും മിനൽ ലഹീറ, 3 വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, പ്രഭാത നമസ്കാരത്തിന് മുമ്പ്, സുബഹി നമസ്കാരത്തിന് മുമ്പ്, അതേ പ്രകാരം തന്നെ ഉച്ചയുറക്കത്തിന് വേണ്ടി വസ്ത്രം മാറ്റിവെക്കുന്ന സമയം ലഹീറത്തിന്റെ സന്ദർഭം, 3 ഇശാ നമസ്കാരത്തിന് ശേഷം. ഈ 3 സന്ദർഭം സ്വന്തം വീട്ടിലെ റൂമുകളിൽ പരസ്പരം പ്രവേശിക്കുന്നതിന് വരെ അനുമതി ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, സലാസു ഔറാത്തിൽ ലക്കും, നിങ്ങളുടെ ജീവിതത്തിലെ സ്വകാര്യതയുടെ 3 സന്ദർഭങ്ങൾ. ഒരു വിശദീകരണം ആവശ്യമില്ല. കുടുംബത്തിൽ കഴിയുന്ന ഓരോ വ്യക്തിക്കും സ്വകാര്യതകളുണ്ട്. ആ സ്വകാര്യതകളിലേക്ക് മറ്റൊരാൾ കടന്നു കയറാൻ പാടില്ല. ആ സ്വകാര്യതകൾ സംരക്ഷിക്കപ്പെടുന്നിടത്താണ് കുടുംബത്തിന്റെ ഭദ്രതയും കുടുംബത്തിന്റെ ധാർമ്മികതയും നിലനിൽക്കുന്നത്. അതുകൊണ്ട് സുബഹിക്ക് മുമ്പുള്ള സമയം പള്ളിയിൽ പോകാൻ വേണ്ടിയാണെങ്കിലും പോലും മകൻ ഉപ്പയും ഉമ്മയും കിടക്കുന്ന റൂമിലേക്ക് അനുമതി ചോദിക്കാതെ കടന്നു ചെല്ലാൻ പാടില്ല. മകന്റെ റൂമിലേക്ക് മാതാവോ പിതാവോ കയറി ചെല്ലാൻ പാടില്ല. ഈ 3 സന്ദർഭങ്ങളിൽ അനുമതി ചോദിച്ചു മാത്രമേ നിങ്ങൾ പ്രവേശിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ സ്വകാര്യതയുടെ 3 സന്ദർഭങ്ങളാണത്. അങ്ങനെ കുടുംബത്തിന്റെ സ്വകാര്യതകൾ സംരക്ഷിച്ച് അനുമതി ചോദിച്ചു മാത്രം റൂമുകളിൽ പ്രവേശിക്കത്തക്ക വിധത്തിൽ ധർമ്മനിഷ്ഠമായ പരിധി നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതക്രമം നിലനിർത്തിയാൽ, ഞാൻ ഇപ്പറഞ്ഞ പിതാവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന മക്കളുടെ വാർത്തകൾ നമ്മൾ വായിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായിത്തീരുകയില്ല. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഓരോ മാർഗദർശനവും മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണല്ലോ വസ്ത്രം എന്ന് പറയുന്നത്. മനുഷ്യവർഗത്തിന്റെ ചരിത്രം, സാംസ്കാരികതയുടെ പുരോഗതിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. മനുഷ്യന്റെ പുരോഗതിക്കനുസരിച്ച്, സാംസ്കാരികമായ വളർച്ചക്കനുസരിച്ച് വസ്ത്രത്തിന്റെ അളവിലും വളർച്ചയുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോ, പടിഞ്ഞാറൻ സംസ്കാരം മനുഷ്യനെ സ്വാധീനിക്കാൻ തുടങ്ങിയപ്പോ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ആ ഗ്രാഫ് നേരെ താഴോട്ട് പോകുന്നതാണ്. മനുഷ്യന്റെ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അവൻ AI യുഗത്തിലേക്ക് എത്തിച്ചേർന്ന സന്ദർഭത്തിൽ അവളുടെ വസ്ത്രത്തിന്റെ അളവ് കുറഞ്ഞു പോകുന്ന ദുരന്തമാണ്. വിശുദ്ധ ഇസ്ലാം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഇസ്ലാം വസ്ത്രത്തെക്കുറിച്ചും വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരിശോധിച്ചാൽ 3 ലക്ഷ്യങ്ങളാണ് വസ്ത്രത്തിനുള്ളത് എന്ന് കാണാൻ സാധിക്കും. 7-ാമത്തെ അധ്യായം 26-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ വലിബാസു തഖ്വാ ദാലിക ഖൈർ ദാലിക മിൻ ആയാതില്ലാഹി ലഅല്ലഹും യദക്കറൂൻ. മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് നാം വസ്ത്രം നൽകി. അതിൽ 2 ലക്ഷ്യങ്ങളാണുള്ളത്. 1, അത് നിങ്ങളുടെ നഗ്നത മറച്ചു വെക്കാനുള്ളതാണ്. 2, അത് നിങ്ങൾക്ക് അലങ്കാരമാണ്. മനുഷ്യ ശരീരത്തിൽ മറ്റുള്ളവർ കാണാനും ആസ്വദിക്കാനും പാടില്ലാത്ത നഗ്നതകളെ മൂടിവെക്കുക എന്നതാണ് വസ്ത്രത്തിന്റെ 1-ാമത്തെ താല്പര്യം. 2, വസ്ത്രം സൗന്ദര്യ സംവർദ്ധകമാണ്. വസ്ത്രത്തിന്റെ ഡിസൈൻ അനുസരിച്ച് ആളെ കാണാനുള്ള അയാളുടെ ആകാര ഭംഗിയിൽ, ആകാര സൗഷ്ഠവത്തിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വസ്ത്രം മനുഷ്യന്റെ അലങ്കാരമാണ്. മറ്റൊരു വചനത്തിൽ തഖീകും ബഅസകും, നിങ്ങൾക്കുള്ള പ്രയാസങ്ങൾ തടുക്കാൻ, അഥവാ ചൂടിനെ തടുക്കുന്ന ആവശ്യത്തിന്, തണുപ്പിനെ പ്രതിരോധിക്കുന്ന ആവശ്യത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ മനുഷ്യന് സ്വീകരിക്കാൻ സാധിക്കും. ഇങ്ങനെ വസ്ത്രം 1-ാമത്തെ താല്പര്യം നഗ്നത മറക്കലാണ്, 2 സൗന്ദര്യ സംവർദ്ധകമാണ്, 3 പ്രതിരോധമാണ്. ഈ 3 ലക്ഷ്യങ്ങളും വസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനമായ ഒരു വസ്ത്രം, അത് ഹൃദയത്തെ അണിയിക്കേണ്ടുന്ന തഖ്വ എന്ന വസ്ത്രമാണ് എന്ന് ഏറ്റവും മനോഹരമായ പ്രയോഗത്തിലൂടെ ലോകത്തിന്റെ
നാഥൻ മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. ഈ ഭൗതിക വസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ശ്രദ്ധയുള്ളവനാകണം മനുഷ്യൻ. കാരണം വസ്ത്രം സംസ്കാരത്തിന്റെ അടയാളമാണ്, വസ്ത്രം ധാർമ്മികതയുടെ ചിഹ്നമാണ്. അതുകൊണ്ട് വസ്ത്രം ഉരിയപ്പെടുന്നത്, വസ്ത്രത്തിന്റെ അളവ് കുറയുന്നത് സംസ്കാരത്തിന്റെ വളർച്ചയല്ല, അത് സംസ്കാരത്തിന്റെ നാശമാണ്. ഇവിടെ ഈ വസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൃഷ്ടിപരമായി രണ്ട് അവസ്ഥകളുള്ള അസ്വാജായ ഇണകളായ മനുഷ്യന് വസ്ത്രത്തിന്റെ കാര്യത്തിലും ആ രണ്ട് വ്യത്യസ്തമായ അവസ്ഥകളുണ്ട്. ഇസ്ലാം മനുഷ്യനെ പഠിപ്പിച്ചു, പുരുഷന്റെ വസ്ത്രമല്ല സ്ത്രീക്കുള്ളത്, സ്ത്രീയുടെ വസ്ത്രമല്ല പുരുഷനുള്ളത്. പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ഈ വസ്ത്രവും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഇണകളെയും വേർതിരിച്ചു നിർത്തുന്ന ഘടകമാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലിബറലിസം ഉണ്ടാക്കിയ വലിയ ഒരു അപകടമുണ്ട്. ലിബറലിസം ലോകത്തെ പഠിപ്പിച്ചത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം മതമാണ്, പ്രത്യേകിച്ച് ഇസ്ലാമാണ്. സ്ത്രീ അത് താഴ്ത്തിക്കെട്ടുന്നു, സ്ത്രീക്ക് പ്രത്യേക വസ്ത്രം നൽകുന്നു, സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു എന്നൊക്കെ വിളിച്ചുകൂവിയ ലിബറലിസം പ്രധാനമായി ആരോപണം ഉന്നയിച്ചൊരു കാര്യം വസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ലിബറലിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം ജെൻഡറും അതുപോലെ തന്നെ സെക്സും രണ്ടും രണ്ടാണ് എന്നതാണ്. ജനിക്കുമ്പോൾ സെക്സ് രണ്ടാണ്, മെയിൽ ആൻഡ് ഫീമെയിൽ. എന്നാൽ ജെൻഡർ എന്ന് പറയുന്നത് ജനന സമയത്തുള്ള അവന്റെ ആ സെക്സിനനുസരിച്ച് തീരുമാനിക്കപ്പെടുന്നതല്ല, മറിച്ച് മെയിലായി പുരുഷനായി ജനിച്ചു വളർന്നു വന്ന ഒരാള് 15 വയസ്സാകുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് എന്നിലുള്ളത് ഒരു സ്ത്രീയുടേതായ സ്വഭാവങ്ങളാണ്, ഒരു സ്ത്രീത്വമാണ് എന്നിലുള്ളതെങ്കിൽ അയാൾക്കൊരു സ്ത്രീയായി ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഓപ്പറേഷൻ ആവശ്യമാണോ? അത് സാധ്യമാകണം. അങ്ങനെ ജെൻഡർ എന്നത് വളർന്നു വന്ന ശേഷം ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കേണ്ടുന്ന കാര്യമാണ്. ഇവിടെ മതം ചെയ്യുന്നത് വലിയ അപകടമാണ്. ജനിച്ച ഉടനെ തന്നെ ആൺകുട്ടിയോട് പറയുന്നു നീ ഒരാണാണ്. നടക്കാൻ തുടങ്ങുന്ന പ്രായമായാൽ അവനെയും എടുത്തൊരു തുണിക്കടയിലേക്ക് ചെന്നാൽ സെയിൽസ്മാനോട് ചോദിക്കും ഈ മകന് പറ്റിയ ഷർട്ട് എവിടെ, ഈ മകന് പറ്റിയിരിക്കുന്ന ഡ്രസ്സ് എവിടെ. പെൺകുട്ടിയാണെങ്കിൽ ചോദിക്കും ഈ മകൾക്കൊരു ഡ്രസ്സ് വേണം. അതുകൊണ്ട് കൊച്ചുനാളിൽ തന്നെ നീ ആണാണ്, നീ പെണ്ണാണ് എന്ന പ്രജുഡിസ്, മുൻധാരണ ഈ കുട്ടികളിൽ സൃഷ്ടിച്ചെടുക്കുകയാണ്. ചെരുപ്പ് കടയിൽ ചെന്നാലും മകന് പറ്റിയ ഷൂസ്, മകൾക്ക് പറ്റിയ ചെരുപ്പ് എന്നാണ് പറയുന്നത്. ഇത് പാടില്ല. വളർന്നു വലുതായ ശേഷമാണ് അവർ ജെൻഡർ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് കൊച്ചുനാളിലെ തന്നെ ഈ വസ്ത്രത്തിലെ വേർതിരിവ് പാടില്ല. നമ്മുടെ കോഴിക്കോട് നോർത്ത് ജില്ലയിലെ ബാലുശ്ശേരി ഗവൺമെന്റ് സ്കൂളിൽ യൂണിഫോമിന്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നു നമുക്കറിയാം. അന്ന് ചില ആളുകൾ പറഞ്ഞു ഈ മാപ്പിളമാര് വല്ലാത്തൊരു സമുദായമാണ്, എന്തൊരു പ്രശ്നം വന്നാലും പുരോഗമനപരമായ ഏത് ചുവട് ആരെടുത്തു വെച്ചാലും അവിടെയൊക്കെ തടയിടാൻ, പ്രതിഷേധിക്കാൻ ഈ 6-ാം നൂറ്റാണ്ടിലെ സംസ്കാരത്തിന്റെ ആളുകൾ ഉണ്ടാകും. സഹോദരങ്ങളെ, അവിടെ അടിസ്ഥാനപരമായ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവർ പറയുന്ന പോലെ ആണിനും പെണ്ണിനും ഒരു പ്രത്യേക യൂണിഫോം നൽകി ഒരു വസ്ത്രത്തിൻ്റെതായ ഏകത്വം അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമല്ല അവിടെ താല്പര്യം, മറിച്ച് അതൊരു ലിബറലിസത്തിന്റെ താല്പര്യത്തെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമായിരുന്നു എന്നതാണ്. കാരണം ആണും പെണ്ണും എന്ന ധാരണ കൊച്ചുനാളിലെ വളർത്തിയെടുക്കാൻ പാടില്ല. വസ്ത്രത്തിന്റെ കാര്യത്തിൽ ആ വ്യത്യാസമില്ല. വളർന്നു വന്നതിന് ശേഷമാണ് ജെൻഡർ തീരുമാനിക്കപ്പെടേണ്ടത്. അത് വ്യക്തിയുടെ താല്പര്യമനുസരിച്ചാകണം. അതുകൊണ്ട് ആണിനും പെണ്ണിനും ഒരേ യൂണിഫോം നൽകി ഒരേ വസ്ത്രവും നൽകി വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് വസ്ത്രവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ. സ്ത്രീയോട് പ്രത്യേകിച്ച് വസ്ത്രം ധരിക്കാൻ, വസ്ത്രധാരണ രീതി സ്വീകരിക്കാൻ പറഞ്ഞിടത്ത് ശിരോവസ്ത്രത്തെ മാറിലേക്ക് അവർ താഴ്ത്തിയിടട്ടെ എന്ന് പഠിപ്പിച്ചിട്ട് അള്ളാഹു അതിന്റെ താല്പര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത് അവർ തിരിച്ചറിയപ്പെടാനുള്ളതാണ്, സ്ത്രീയുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് അവളുടെ വസ്ത്രം. രണ്ട്, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനുള്ളതാണ്, സുരക്ഷിതത്വത്തിൽ
സൗന്ദര്യത്തിനുള്ളതാണ് വസ്ത്രം. അതുകൊണ്ട് കൃത്യമായ വസ്ത്രം ഒരു മനുഷ്യന്റെ സംസ്കാരത്തിന്റെ ചിഹ്നമാണ്. ആ വസ്ത്രത്തെ ഈ പറഞ്ഞ വിധത്തിൽ ചെറുതാക്കാനുള്ള ശ്രമം, ആ വസ്ത്രത്തെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഏകീകരിക്കാനുള്ള ശ്രമം, ഇതെല്ലാം പുരോഗതിയിലേക്കുള്ള പോക്കല്ല, മറിച്ച് സമൂഹത്തിന്റെ അധോഗതിക്ക് കുഴിയെടുക്കലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതേ പ്രകാരം തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന കോസ്മെറ്റിക്കുകളുടെ ഉപയോഗം. അധ്യാപകർക്ക് വളരെ സുപരിചിതമാണ്. വിദ്യാലയത്തിലെ കുട്ടികൾ അധ്യാപകർ വന്ന ബൈക്ക് ഏതെങ്കിലും മരത്തണലിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പോലും ചെന്ന് അതിൻ്റെ കണ്ണാടിയിൽ നോക്കി തൻ്റെ ലിപ്സ്റ്റിക്കുകൾ ശരിയാക്കുന്നതാണ് ഇന്നൊരു വിദ്യാലയത്തിലേക്ക് കയറി ചെന്നാൽ പ്രാഥമിക വിദ്യാലയങ്ങളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലിപ്സ്റ്റിക് സംസ്കാരം, അതേപോലെയുള്ള കോസ്മെറ്റിക്കുകൾ കൊച്ചുനാളുകളെ തന്നെ കുട്ടികൾ അതിൻ്റെ അടിമകളായി തീരുന്നു. കഴിഞ്ഞ മാസം എറണാകുളത്തെയും കോട്ടക്കലിലെയും പ്രമുഖമായ 2 ഹോസ്പിറ്റലുകളിൽ നിരവധി കേസുകൾ വന്നു. ഒരേപോലെയുള്ള അഥവാ 10ന്റെയും 15ന്റെയും ഇടക്ക് പ്രായമുള്ള കുട്ടികൾ മാരകമായ കിഡ്നി രോഗത്തിന് വിധേയരായത് ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മൾ വായിച്ചു. ആ കേസുകൾ വർദ്ധിച്ചു വന്നപ്പോൾ പഠനം നടന്നു. എന്തേ കാരണം? ആ കുട്ടികൾ ഉപയോഗിച്ച പ്രത്യേക കോസ്മെറ്റിക്കുകൾ, അവരുടെ മുഖലേപനങ്ങളായി ഉപയോഗിച്ചിട്ടുള്ള അത്തരം കോസ്മെറ്റിക്കുകൾ വളരെ കൂടിയ തോതിൽ ലെഡ് അടങ്ങിയിട്ടുള്ളതായിരുന്നു. അത് അവരുടെ രക്തലോമികളിലേക്ക് പ്രവേശിച്ച് കിഡ്നിയിലേക്ക് എത്തിച്ചേർന്ന് അത് അവരുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതാണ്. പ്രകൃതിയിലെ സൃഷ്ടാവ് നൽകിയിട്ടുള്ള സൃഷ്ടിപ്പിന് പകരമായി പുതിയത് കൂട്ടിച്ചേർക്കാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ, കൃത്രിമത്വത്തിന്റെ സൗന്ദര്യ സംവർദ്ധക മാർഗങ്ങളെ മനുഷ്യൻ സ്വീകരിക്കുമ്പോൾ കിഡ്നിക്ക് പോലും അപകടങ്ങൾ വരുത്തുന്നു എന്നതാണ് കോട്ടക്കൽ നിന്നും എറണാകുളത്ത് നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള വാർത്തകൾ. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു, സൗന്ദര്യം എന്തിനു വേണ്ടിയുള്ളതാണ്? അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൗന്ദര്യം അത് അവളുടെ ഭർത്താവിന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. ഇണകളായുള്ള ജീവിതത്തിൽ പങ്കുവെക്കാനുള്ളതാണ്. അത് അന്യന്റെ മുമ്പിൽ പ്രദർശന വസ്തുവാക്കാൻ വേണ്ടിയുള്ളതല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമാ ഇംറഅത്തിൻ ഇസ്തഅതറത് ഫമറത് അലാ ഖൗമിൻ ലയജിദു മിൻ റീഹിഹാ ഫഹിയ സാനിയ. ഒരു സ്ത്രീ സുഗന്ധം പൂശിയിട്ട് ആളുകൾ അവളിൽ നിന്നുള്ള പരിമളം മറ്റുള്ളവർക്ക് ലഭിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ പുറത്തിറങ്ങിയാൽ മനസ്സിലാക്കുക, ഫഹിയ സാനിയ, അവൾ വേശ്യയാണ് എന്നുള്ളത്. മണിയറയിൽ മാത്രം ഉപയോഗപ്പെടുത്താനുള്ളതാണ് അവൾ ഉപയോഗിക്കുന്ന പരിമളങ്ങൾ. അവളുടെ സൗന്ദര്യം, അവളുടെ ആഭരണങ്ങൾ അന്യന്റെ മുമ്പിൽ പ്രദർശന വസ്തുവാക്കാനുള്ളതല്ല. കമ്പോള കമ്പനികളുടെ പരസ്യ പലകകളിൽ കച്ചവടവൽക്കരിക്കപ്പെടാനുള്ളതല്ല സ്ത്രീയുടെ ശരീരം എന്നുള്ളത്. ആ ശരീരം ആദരിക്കപ്പെടേണ്ടതാണ്. അതിനെ ആദരവിന്റെ സുരക്ഷിതത്വത്തിന്റെ കവചമായ വസ്ത്രം നൽകി സംരക്ഷിക്കേണ്ടതാണ്. ആ സൗന്ദര്യം ഭർത്താവിന്റെ മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കപ്പെടേണ്ടതാണ്. ഈ ക്രിയാത്മകമായ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം ഇന്ന് പലർക്കും തടസ്സമാണ്. അവരുടെ കച്ചവടത്തിന് അത് വിഘാതമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ നേർക്ക് പല ആരോപണങ്ങളും ഈ കച്ചവട കണ്ണുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. മാറി 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 വരുന്ന വിവാഹ സങ്കല്പങ്ങൾ ഇന്ന് കുടുംബാന്തരീക്ഷത്തിലെ വലിയൊരു പ്രശ്നമാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു, തുൻകഹുൽ മർഅതു ലി അർബഅ. അർത്ഥവത്തായ റസൂലുള്ളാഹിയുടെ വാക്ക്, 4 കാര്യത്തിന് വേണ്ടി ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടും. ലിമാലിഹാ വലി ഹസബിഹാ വലി ജമാലിഹാ വലി ദീനിഹാ. സമ്പത്തിന് വേണ്ടി വിവാഹം നടക്കും, അതുപോലെ തറവാടിത്തത്തിന്റെ പേരിൽ നടക്കും, സൗന്ദര്യത്തിന്റെ പേരിൽ നടക്കും, ദീനിന് വേണ്ടി നടക്കും. ഇത് 4ഉം അംഗീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ മുറുകെ പിടിക്കേണ്ടത് ദീനാണ്. തരിബത് യദാക്, നിന്റെ കയ്യിൽ മണ്ണ് പുരണ്ടാലും ശരി, ഫൾഫർ ബിദാത്തി ദീൻ, നീ മുറുകെ പിടിക്കേണ്ടത് മതബോധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് എത്ര അർത്ഥവത്താണ് സഹോദരങ്ങളെ ഇത്. ഒരു മനുഷ്യന് മതബോധമുണ്ടാകും, ഒരു മനുഷ്യന് വിദ്യാഭ്യാസമുണ്ടാകും, ഒരു മനുഷ്യന് സമ്പത്തുണ്ടാകും, ഒരു മനുഷ്യന് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാകും. ഒരു ഗണിത സമവാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കട്ടെ. ഒരു പുരുഷന്റെ മതബോധത്തിന് 1 മാർക്ക് നൽകിയെന്ന് സൂചിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മതബോധത്തിന് 1 മാർക്ക് നൽകി. ശേഷം അവളുടെ വിദ്യാഭ്യാസ നിലവാരത്തിന് അതിൻ്റെ വലതുവശത്ത് ഒരു 0 ചേർത്ത് കൊടുത്തു, 10 മാർക്കായി. അവളുടെ സമ്പത്തിന് വീണ്ടും ഒരു 0 ചേർത്ത് കൊടുത്തു, 100ആയി. അവളുടെ സോഷ്യൽ സ്റ്റാറ്റസ് പ്രൊഫൈലിന് വീണ്ടും ഒരു 0 ചേർത്ത് കൊടുത്തു, 1000ആയി. അവളുടെ മൊത്തം മാർക്ക്, അവന്റെ മൊത്തം മാർക്ക് 1000ആയി. ഇനി നിങ്ങൾ അതിൽ ഒന്നാമത് കൊടുത്ത
മതബോധത്തിന് കൊടുത്ത ഒരു മാർക്ക് നീക്കം ചെയ്യുക. അവിടെ എന്താണ് ശേഷിക്കുക? ബിഗ് സീറോസ്, വട്ടപൂജ്യമാകും. മതബോധത്തിന്റെ കൂടെ വിദ്യാഭ്യാസമുണ്ടായാൽ ഗ്രേഡ് കൂടും, മതബോധത്തിന്റെ കൂടെ സമ്പത്തുണ്ടായാൽ ഗ്രേഡ് കൂടും, മതബോധത്തിന്റെ കൂടെ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായാൽ ഗ്രേഡ് കൂടും. എന്നാൽ ഇപ്പറഞ്ഞത് മൂന്നുമുണ്ടായി മതബോധമില്ലെങ്കിൽ ശുദ്ധശൂന്യതയായി തീരും. അതുകൊണ്ട് ദാമ്പത്യ ബന്ധം തുടങ്ങുന്ന വിവാഹത്തിൽ പരിഗണിക്കപ്പെടേണ്ടത് മതബോധമാകണം. എങ്കിലേ ജീവിതത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നിന്ന് പരസ്പരം പുഞ്ചിരിക്കാൻ, പരസ്പരം ആശ്വസിപ്പിക്കാൻ സാധ്യമായി തീരുകയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുടുംബം അതൊരേകമായി മുന്നോട്ട് നീങ്ങേണ്ടതാണ്. അവിടെ ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു വിഭാഗമുണ്ട്. ആരാണത്? മാതാപിതാക്കളാണ്. എന്നെയും നിങ്ങളെയും നമ്മളാക്കി തീർത്ത രണ്ട് വ്യക്തികളുണ്ട്. ഉപ്പയുടെ മുഖത്തെ ചുളിവ് വന്നതിന് പിന്നിൽ, മുതുകു വളഞ്ഞു പോയതിന് പിന്നിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള അധ്വാനമാണ്. ഉമ്മയുടെ ശരീരം ശുഷ്കിച്ചു പോയതിന് പിന്നിൽ രാത്രിയെ പകലാക്കി മാറ്റിയ നമുക്ക് വേണ്ടിയുള്ള അധ്വാനമാണ്. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ വീടിന്റെ പൂമുഖത്ത് ചാരുകസേരയിൽ ഇരിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കൾക്ക് കേവലം പണമല്ല ആവശ്യം, മരുന്ന് മാത്രമല്ല ആവശ്യം. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നീ നിന്റെ സൃഷ്ടാവായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം തുടർന്നുള്ള മനുഷ്യന്റെ ബാധ്യത മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. അവരിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യത്തിൽ നിന്റെ സവിധത്തിലായി തീർന്നാൽ ചെയ്യുന്നൊരു വാക്ക് പോലും നീ അവരോട് പറയരുത്. ഏറ്റവും മാന്യമായ വാക്കായിരിക്കണം നീ സംസാരിക്കേണ്ടത്. മാത്രമല്ല, വിനയത്തിന്റെ ചിറക് കാരുണ്യപൂർവ്വം നീ അവർക്ക് വേണ്ടി താഴ്ത്തിക്കൊടുക്കണം. 1990കളുടെ തുടക്കത്തിൽ അമേരിക്കയിൽ വൃദ്ധസദനങ്ങൾ ആരംഭിച്ചപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്നോ, കണ്ടില്ലേ പാശ്ചാത്യന്റെ സംസ്കാരം, വൃദ്ധരായ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ദൂരെ കൊണ്ടുപോയി പാർപ്പിക്കുക. 2000ന്റെ തുടക്കമായപ്പോഴേക്കും കേരളത്തിന്റെ പഞ്ചായത്തുകളുടെ ബജറ്റിൽ പോലും വൃദ്ധസദനത്തിന് തുക നീക്കിവെക്കുന്ന അവസ്ഥ വന്നു. എത്ര പെട്ടെന്നാണ്! ഇന്ന് കണക്കനുസരിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് 2015 500ഓളം സർക്കാർ അംഗീകരിക്കപ്പെട്ട വൃദ്ധസദനങ്ങളാണ് കേരളത്തിലുണ്ടായിരുന്നതെങ്കിൽ 8 വർഷം കൊണ്ട് അതിന്റെ എണ്ണം ഇരട്ടിയായിട്ടുണ്ട്. അതിലേക്കൊരു പുതിയ അഡീഷൻ കൂടി വന്നു. ഏത്? റിട്ടയർമെന്റ് ഹോം. വിദ്യാസമ്പന്നരായ പെൻഷൻ വാങ്ങുന്ന വൃദ്ധരായ മാതാപിതാക്കൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു സുരക്ഷിതത്വം നൽകാൻ റിട്ടയർമെന്റ് ഹോം. അവിടെയും നമ്മൾ മനസ്സിലാക്കണം, പേരമക്കളുടെ കൈപിടിച്ച് നടക്കേണ്ടുന്ന, അവർക്ക് ജീവിതത്തിലെ കഥകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മൂസാ നബിയുടെ, യൂസുഫ് നബിയുടെ, യൂനുസ് നബിയുടെ കഥകൾ കേട്ട് ബാല്യം ജീവിതത്തിന്റെ ധാർമ്മികതകളും പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മകളും അങ്കുരിപ്പിക്കപ്പെടേണ്ടുന്ന പുതിയ തലമുറക്ക്, ആ മക്കൾക്ക് ഇന്ന് വല്യുപ്പ കൂടെയില്ല, വല്യുമ്മ കൂടെയില്ല. അവർ വൃദ്ധസദനങ്ങളുടെ പൂമുഖങ്ങളിൽ എരിയുന്ന മനസ്സുമായി കഴിയുകയാണ്. ഈ ദുരന്തം ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിഹാരം ആവശ്യമില്ലേ സഹോദരങ്ങളെ? എവിടെ നിന്ന് വരും? ഇൻഷാ അല്ലാഹ് വഴി അതെല്ലാം ഇവിടെ വിശദീകരിക്കപ്പെടുന്നതാണ്. അതേ പ്രകാരം തന്നെ താളം തെറ്റിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബജറ്റ്, ഒരു കുടുംബത്തിന്റെ ബജറ്റ് അതൊരു മിച്ച ബജറ്റായി മാറുന്നിടത്ത് കുടുംബിനികൾക്കാണ് വലിയ റോളുള്ളത്. വരുമാനത്തിനപ്പുറത്ത് ചിലവഴിക്കുന്ന ഒരവസ്ഥ വന്നാൽ, മതിലിനപ്പുറത്ത് കഴിയുന്നവന്റെ ആ ഒരു സ്റ്റാറ്റസിലേക്ക് തൻ്റെ ജീവിത നിലവാരത്തെയും സമീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പട്ടിണിയും പരിവട്ടവുമാണ് നേരിടേണ്ടി വരിക. അതുകൊണ്ട് കുടുംബ ബജറ്റ് എപ്പോഴും ഒരു മിച്ച ബജറ്റാക്കി മാറ്റാൻ, നാളെ ഒരു പ്രതിസന്ധി വന്നാൽ അവിടെ ഒരിക്കലും അന്യന്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥ വരാതിരിക്കാൻ അധ്വാനിക്കുന്ന പുരുഷനോടൊപ്പം കുടുംബത്തെ നിയന്ത്രിക്കുന്ന സ്ത്രീക്കും വലിയ പങ്കുണ്ട്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമാ. ധൂർത്തിന്റെയും പിശുക്കിന്റെയും ഇടയിലുള്ള മധ്യമമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇതേപോലുള്ള പ്രതിസന്ധികളും ഇതേപോലെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ മനുഷ്യൻ അവഗണിച്ചതുമാണ് ആത്മഹത്യകൾ പെരുകാൻ കാരണം.
കുടുംബ ഛിദ്രതകൾ വർദ്ധിക്കാൻ കാരണം. അതുകൊണ്ട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നാഥൻ പഠിപ്പിച്ചു. മനുഷ്യന്റെ സൃഷ്ടാവിന് മാത്രമേ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി വൈകുന്നവരെയുള്ള സമയം ആ പരിഹാരങ്ങളാണ് എനിക്ക് ശേഷമുള്ള സംസാരത്തിൽ ഇവിടെ സവിസ്തരം പ്രതിപാദിക്കപ്പെടുന്നത്. അവസാന നിമിഷം വരെ നിങ്ങൾ കാതോർക്കുക. ലോകത്തെ ഏതു പ്രശ്നത്തിന് മുന്നിലും ലോകത്തിന്റെ സൃഷ്ടാവ് പ്രവാചകനിലൂടെ അവതരിപ്പിച്ച പരിഹാരമുണ്ട്. അത് നമ്മൾ അറിയണം, അത് നമ്മൾ നെഞ്ചിലേറ്റണം, അത് നമ്മൾ ലോകത്തോട് ഉറക്കെ പറയണം. അതിനു വേണ്ടിയുള്ളതാണ് ഫാമിലി കോൺഫറൻസ്. എൻ്റെ സമയം ദീർഘിച്ചു പോയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലോകരക്ഷിതാവായ നാഥൻ സത്യം ഉൾക്കൊള്ളാനും അത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പകർത്തി ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ മാതൃകയായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.